മലബാറിലെ നായാടികളുടെ ചരിത്രം ഒരുപക്ഷെ ആരും കേട്ടിട്ടുണ്ടാവില്ല. തിരുവിതാംകൂറിലെയും മധ്യ തിരുവിതാംകൂറിലെയും ദളിതരുടെയും അയിത്തജാതിക്കാരുടെയും ക്രിസ്തുമത സ്വീകരണവും അവിടെ ചരിത്രവും നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പലപ്പോഴും സാമ്പ്രദായിക ചരിത്രകാരന്മാരും അല്ലാത്തവരും തമസ്കരിച്ചിട്ടുള്ള ചരിത്രമാണ് മലബാറിലെ ദളിതരുടെ ക്രിസ്തുമത സ്വീകരണം, അല്ലെങ്കിൽ മിഷണറി പ്രസ്ഥാനവും ദളിത് ആധുനികതയുമായി ബന്ധപ്പെട്ട് ചരിത്ര വ്യവഹാരങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട മലബാറിലെ നായാടികളുടെ അടിമകളുടെ ചരിത്രം. അതാണ് നാം പരിശോധിക്കുന്നത്. നായാടികൾ എങ്ങനെയാണ് മനുഷ്യരായത്, മലബാറിലെ ദളിതർ എങ്ങനെയാണ് മനുഷ്യരായി തീർന്നത്, ആ ചരിത്രം നമ്മൾ പരിശോധിക്കുന്നു. നമ്മളങ്ങനെ നമ്മളായി. മിഷണറി പ്രസ്ഥാനങ്ങളുടെ ചരിത്രം ആധുനികതയുമായി ബന്ധപ്പെട്ട് ദളിതരുടെ ജീവിതം ചരിത്ര വ്യവഹാരങ്ങളിൽ നിന്നും എങ്ങനെയാണ് മാറ്റി നിർത്തപ്പെടുന്നത്. നമുക്കറിയാം, തിരുവിതാംകൂറിലെയും മധ്യ തിരുവിതാംകൂറിലെയും തിരുക്കൊച്ചിയിലെയുമൊക്കെ ദളിതരുടെ ക്രിസ്തുമത സ്വീകരണം, അവരുടെ മതപരിവർത്തനം രേഖയായിട്ടുണ്ട്. കണ്ടും കേട്ടും പലർക്കും അത് നന്നായി അറിയാം. പക്ഷെ മലബാറിലെ മിഷണറി പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, മലബാറിലെ ദളിതർ എങ്ങനെയാണ് ജീവിതം മെച്ചപ്പെടുത്തിയതിനെക്കുറിച്ച് പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1806 തിരുനെൽവേലി മുതൽ കല്ലടയാർ വരെ, ഏനാത്ത് പാലം വരെ ലണ്ടൻ മിഷണറിമാരും, 1816 കല്ലടയാർ മുതൽ ഏനാത്ത് പാലം മുതൽ ഭാരതപ്പുഴ വരെ CMS മിഷണറിമാരും പ്രവർത്തിക്കാൻ എത്തുകയുണ്ടായി. ലണ്ടൻ മിഷണറിമാരുടെയും CMS മിഷണറിമാരുടെയും പ്രവർത്തനങ്ങൾ നന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിഷണറി പുരാലിഖിതങ്ങളിലും ചരിത്ര രേഖകളിലും സോഷ്യോളജിസ്റ്റുകൾ, ആന്ത്രപ്പോളജിസ്റ്റുകൾ, ചരിത്രകാരന്മാർ, പ്രത്യേകിച്ച് മിഷണറി ചരിത്രകാരന്മാർ സവാൾട്ടൈൻ റൈറ്റിങ്സിൻ്റെ ഭാഗമായി പൗരാണിക ചരിത്ര രചനയെ നെടുകെ പിളർക്കുന്ന ബദൽ വായനയുടെ ഭാഗമായി ഇന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടർ സനൽ മോഹനെ പോലെ, ഡോക്ടർ വിനിൽ പോളിനെ പോലെ അനവധി ചരിത്രകാരന്മാർ, ഇന്ന് യൂണിവേഴ്സിറ്റികളിൽ പുറത്തു വരുന്ന പുതിയ യുവ ഗവേഷകന്മാർ ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. അടിമകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും, അടിമ കോളനികളെക്കുറിച്ചും, അടിമ ചന്തകളെക്കുറിച്ചും, അടിമ വ്യാപാരത്തെക്കുറിച്ചും, അടിമ ഗോഡൗണിനെക്കുറിച്ചും, ഡിസംബർ 26 ക്രിസ്മസിനെക്കുറിച്ചും, ശനിയാഴ്ചത്തെ സൺഡേ സ്കൂളിനെക്കുറിച്ചും ഒക്കെ നമ്മൾ വായിച്ചറിഞ്ഞത് പുതിയ ഗവേഷണങ്ങളിലൂടെയാണ്. ആഫ്രിക്കയിലേക്കും ഒക്കെ നാടുകടത്തപ്പെട്ട ആളുകൾ അടിമകളുടെ ഭാഗമായി, അടിമക്കച്ചവടത്തിൻ്റെ ഭാഗമായി, അടിമ വ്യാപാരത്തിൻ്റെ ഭാഗമായി വിദേശങ്ങളിലേക്ക് നാടുകടത്തിയ കപ്പലുകളിൽ നാടുകടത്തിയിട്ടുള്ള അടിമകൾ, അങ്ങനെയുള്ള അടിമകളുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. അടിമ കേരളത്തിൻ്റെ അതിശയ ചരിത്രമെന്ന് പറയുന്ന യുവചരിത്രകാരനും ഗവേഷകനുമായ ഡോക്ടർ വിനിൽ പോളിൻ്റെ DC ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സമീപകാലത്ത് വെളിച്ചം വീശുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾ, നിരീക്ഷണങ്ങൾ, പ്രബന്ധങ്ങൾ, പുതിയ പുതിയ തിസീസുകൾ ഇന്ന് രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ സമീപകാലത്തൊന്നും നമ്മൾ അറിയാതിരുന്ന ചരിത്രമാണ് മലബാറിലെ മിഷണറി പ്രസ്ഥാനങ്ങളുടെ ചരിത്രം. തെക്കൻ തിരുവിതാംകൂറിലെയും മധ്യ തിരുവിതാംകൂറിലെയും മധ്യ കേരളത്തിലെയും തിരുക്കൊച്ചിയിലെയും ഒക്കെ മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് ഇഷ്ടം പോലെ വായിക്കാനുണ്ടായി, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലപ്പള്ളിയിലെ കൈപ്പറ്റ പ്രസ്ഥാനത്തെക്കുറിച്ചും, ആലപ്പുഴയിലെ തോമസ് നോട്ടൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും, ഹെൻറി ബേക്കറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ ചാൾസ് മീഡ്, വില്യം തോബിയ, സിംഗിൾ ടാബ് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും, ജോൺ കോക്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും, മാർബറക്കൽ കലാപത്തെക്കുറിച്ചും, കാബേൽ കൈപ്പറ്റയുടെ മതപരിവർത്തനത്തെക്കുറിച്ചും, വേദമാണിക്യത്തിൻ്റെ കൺവേർഷനെക്കുറിച്ചുമൊക്കെ നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ടോ മലബാറിലെ മിഷണറി പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരുന്നില്ല.
അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിരുന്നില്ല. എന്നാൽ സമീപകാലത്ത് ബാസൽ മിഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അഞ്ചരക്കണ്ടി തോട്ടവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നിട്ടുള്ള സാമൂഹിക പരിവർത്തന പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായ പഠനങ്ങൾ, നിരീക്ഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, CMS LMS മിഷനുകളുടെ പ്രവർത്തനങ്ങൾ നടന്നതുപോലെ തന്നെ വളരെ ഗംഭീരമായ സാമൂഹിക പ്രവർത്തനമായിരുന്നു ബാസൽ മിഷൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഏനാത്ത് പാലം മുതൽ വടക്കോട്ട് മംഗലാപുരം വരെ അവർ പ്രവർത്തിച്ചു. 1824 മെയ് 14 1839 ശേഷം മലബാറിൽ കൃത്യമായ സുവിശേഷ പ്രവർത്തനമാണ് നടന്നത് ബാസൽ മിഷന്മാരുടെ നേതൃത്വത്തിൽ. കോഴിക്കോട്ട് പ്രവർത്തനം ആരംഭിക്കുന്നു. പിന്നീട് മംഗലാപുരത്ത്, നെട്ടൂരിൽ, തലശ്ശേരിയിൽ ഒക്കെ ആസ്ഥാനമിട്ടുകൊണ്ട് കൃത്യമായി ജർമ്മൻ മിഷണറിയായ ഹെർമൻ കുണ്ടട്ടൻ്റെ നേതൃത്വത്തിലും പിന്നീടുള്ള ഒട്ടനവധി ബാസൽ മിഷണറിമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ മലബാറിൽ നടക്കുന്നത്. നെട്ടൂരിലെ സഭാപ്രവർത്തനം, തലശ്ശേരിയിലെ പ്രവർത്തനം, മംഗലാപുരത്തെ പ്രവർത്തനം, അഞ്ചരക്കണ്ടി തോട്ടവുമായി ബന്ധപ്പെട്ടുള്ള മതപരിവർത്തനവും സാമൂഹ്യമായ ഇടപെടലും അവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുക. 1839 ശേഷം വളരെ കൃത്യമായ സാമൂഹിക ഇടപെടലാണ് അവർ നടത്തിയിട്ടുള്ളത്. ചരിത്ര വ്യവഹാരങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട മലബാറിലെ മിഷണറി പ്രസ്ഥാനങ്ങളെയും ദളിതരുടെ ക്രിസ്തുമത സ്വീകരണത്തെയും വളരെ കൃത്യമായി ചികഞ്ഞെടുത്ത് ഇന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം മലബാറിലെ നായാടികളുടെ ജീവിതം എങ്ങനെയാണ് മനോഹരമായത്. തിരുവിതാംകൂറിലും മധ്യ തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലുമൊക്കെ പുലയ പറയ സമുദായത്തിൽപ്പെട്ട ആളുകൾ എങ്ങനെയാണ്, തെക്കൻ തിരുവിതാംകൂറിൽ അയിനവര്, പുലയര്, പറയര് സമുദായത്തിൽപ്പെട്ടവർ എങ്ങനെയാണ് ക്രിസ്തുമതം സ്വീകരിക്കാൻ ഇടയായിത്തീർന്നത്. അതിന് പ്രേരകമായ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക ചരിത്രം നാം അനവധി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ മലബാറിൽ എങ്ങനെയാണ് നായാടികൾ, വേട്ടോ സമുദായക്കാർ, തീയന്മാർ മലബാറിൽ ഈ മിഷണറി പ്രസ്ഥാനത്തോട് ചേർന്ന് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോട്ടും മംഗലാപുരത്തും നെട്ടൂരും തലശ്ശേരിയിലുമൊക്കെ സഭകൾ സ്ഥാപിക്കുന്നു. ബാസൽ മിഷണന്മാർ വരുന്നതിന് മുമ്പ് തന്നെ ഈ അഞ്ചരക്കണ്ടി തോട്ടത്തിൽ അവിടെ പണിയെതിരുന്ന ദളിതർ, പുലയർ, വീട്ടുവാ വിഭാഗത്തിൽപ്പെട്ടവർ ക്രിസ്തുമതത്തിലേക്ക് ആകൃഷ്ടരായി. എങ്ങനെയാണ്? തോട്ടമുടവ മർഡോക്ക് ബ്രൗണിൻ്റെ തോട്ടങ്ങളാണ് നമുക്കറിയാം. മർഡോക്ക് ബ്രൗണിൻ്റെ തോട്ടങ്ങളിൽ പണി ചെയ്യാൻ കൊണ്ടുവന്ന പുലയരും, വേട്ടുവരും, നായാടികളും, പറയരും, അങ്ങനെ ഒട്ടനവധി ആൾക്കാരുണ്ട്. അവർ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. തിരുനെൽവേലിയിൽ കൊണ്ടുവന്ന മീഖായേൽ എന്ന് പറയുന്ന ഉപദേശി അവരുടെ പ്രവർത്തിക്കുക. അങ്ങനെയാണ് അഞ്ചരക്കണ്ടി തോട്ടത്തിൽ ഈ വേട്ടുവരും, പുലയരും, പറയരും, നായാടികളും ക്രിസ്തു ആരാണ് എന്നവർ മനസ്സിലാക്കുന്നത്. യേശു ക്രിസ്തു ആരാണ് എന്നവർ അറിഞ്ഞതപ്പോഴാണ്, അവർ മനസ്സിലാക്കിയതപ്പോഴാണ്. അങ്ങനെ ബാസൽ മിഷന്മാർ വരുന്നതിന് മുമ്പ് തന്നെ തോട്ടമുടമ കൊണ്ടുവന്ന, തിരുനെൽവേലിയിൽ കൊണ്ടുവന്ന ഈ മീഖായേൽ ഉപദേശിയുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് ക്രിസ്തുമത ആദർശങ്ങളിലേക്ക്, ആശയങ്ങളിലേക്ക് അവർ ആകൃഷ്ടരായത്. പിന്നീട് വ്യാപകമായി അഞ്ചരക്കണ്ടി തോട്ടവുമായി ബന്ധപ്പെട്ട് നായാടികളും, പുലയരും, പറയരും, വേട്ടുവരുമെല്ലാം യേശുവിനെ അറിയാൻ തുടങ്ങി. അവരുടെ ജീവിതങ്ങളിൽ വലിയ വ്യത്യാസമുണ്ടായി. പിന്നീട് ഈ മീഖായേൽ ഉപദേശിയെ പിന്തുടർന്ന് ഹെർമൻ കുണ്ടട്ടെത്തുന്നു. ഹെർമൻ കുണ്ടട്ടിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനം നെല്ലിക്കുന്നും നെട്ടൂരും തലശ്ശേരിയിലുമൊക്കെ നടക്കുന്നു. നെട്ടൂരിലെ ആദ്യത്തെ സഭയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ആളുകൾ വരുന്നു. വലിയ പ്രവർത്തനങ്ങളാണ് മലബാറിൽ ഉണ്ടാകുന്നത്. മലബാറിലെ ബാസൽ മിഷന്മാരുടെ പ്രവർത്തനം തിരുവിതാംകൂറിലെയും മധ്യ തിരുവിതാംകൂറിലെയും ലണ്ടൻ മിഷന്മാരുടെയും CMS മിഷന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അടിസ്ഥാനപരമായ വ്യത്യാസമുള്ളതായിരുന്നു. അവിടെ മിഷൻ സ്ട്രാറ്റജി, ദൗത്യതന്ത്രങ്ങൾ, അവിടെ സമീപനങ്ങൾ, അവിടെ സുവിശേഷ പ്രക്രിയകൾ, ഇതൊക്കെ ഏറെ വ്യത്യാസമുള്ളതായിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ളത് മതം മാറി സഭയിലേക്ക് വരുന്ന ആളുകളെ
തമ്മിൽ വിവാഹം കഴിപ്പിച്ച് ഒരു കാസ്റ്റ്ലെസ് സൊസൈറ്റി, ഒരു ജാതിരഹിത സമൂഹമായിരുന്നു ബാസൽ മിഷന്മാരുടെ സ്വപ്നം എന്ന് പറയുന്നത്. ഒരു ജാതിരഹിത സഭ, കാസ്റ്റ്ലെസ് സൊസൈറ്റി, കാസ്റ്റ്ലെസ് ചർച്ച്. അങ്ങനെ ഒരു ജാതിരഹിതമായ സഭയുടെ രൂപീകരണത്തിന് വേണ്ടി നായാടിയെയും നായരെയും, പുലയരെയും വീട്ടുവരെയും പറയരെയും തീയന്മാരെയൊക്കെ തമ്മിൽ വിവാഹം കഴിപ്പിച്ച് ഒരു ഇന്റർകാസ്റ്റ് ഇന്റർഫെയ്ത്ത് വിവാഹത്തിലൂടെ കൃത്യമായി ജാതിയെ അതിൻ്റെ മൂർത്ത സാഹചര്യത്തിൽ അഭിസംബോധന ചെയ്തവരായിരുന്നു ബാസൽ മിഷണറിമാർ. ഒരുപക്ഷെ CMS മിഷണറിമാരോ LMS മിഷണറിമാരോ ചെയ്യാത്തൊരു കാര്യമാണ് ബാസൽ മിഷണറിമാർ ചെയ്യുന്നത്. മധ്യതിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂറിലുമൊക്കെ ജാതിഘടന എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് നന്നായി അറിയാവുന്നവരായിരുന്നു അവിടുത്തെ മിഷണറിമാർ. ആ ജാതി ശ്രേണീബന്ധമായ ജാതിഘടനയെ ആരോഹണക്രമത്തിൽ ആദരിക്കപ്പെടുകയും അവരോഹണക്രമത്തിൽ അനാദരിക്കപ്പെടുകയും ചെയ്യുന്ന ഈ പിന്തിരിപ്പിൻ ജാതി വ്യവസ്ഥയുടെ ദൃശ്യതയെ, അതിൻ്റെ വിസിബിലിറ്റിയെ, അതിൻ്റെ മെക്കാനിസത്തെ, ആ ജാതിയുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രവർത്തന രീതികളെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവരായിരുന്നു CMS LMS മിഷണറിമാർ. ജാതി ശ്രേണിയിലെ സവർണ മേലാളന്മാരെ പലപ്പോഴും പ്രകോപിപ്പിക്കാതെ ജാതിയെ വളരെ സൂക്ഷ്മമായി അവർ കൈകാര്യം ചെയ്തവരാണ്. എന്നാൽ LMS CMS മിഷണറിമാരിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ അബോളിഷൻ ഓഫ് കാസ്റ്റ്, ജാതിയുടെ നിർമൂലനം ബാസൽ മിഷണറിമാരുടെ ഒരാശയമായിരുന്നു. അതുകൊണ്ടാണ് അവർ നായാടിയെയും നായരെയും തീയരെയും പുലയനെയും പറയനെയും വീട്ടുവരെയും എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിപ്പിച്ച് ജാതിയെ ദുർബലപ്പെടുത്താൻ അവർ ശ്രമിച്ചത്. അങ്ങനെ കൃത്യമായ ജാതി അഭിസംബോധന ചെയ്തുകൊണ്ട് സാമൂഹിക ജനാധിപത്യത്തിന് തടസ്സമായി നിൽക്കുന്ന ജാതി സ്വകാര്യ സ്വത്തും റിസ്റ്റുകൊണ്ടും ഭൂമിയും അനാചാരവും മതനിയമങ്ങളും മനുവാദി നിയമങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കെട്ടുപണി കിടക്കുന്ന കാസ്റ്റിനെ അതിൻ്റെ അടിവേരറുത്തുകൊണ്ട്, അതിൻ്റെ തായ്വേരറുത്ത് കളയാതെ ഘടനാപരമായി അസമത്വത്തെ മറികടക്കാൻ പറ്റില്ല എന്ന് നന്നായി മനസ്സിലാക്കിയവരായിരുന്നു ബാസൽ മിഷണറിമാർ. അതുകൊണ്ടാണ് അവർ ജാതിയുടെ തായ്വേരറുക്കാൻ തയ്യാറായത്. പ്രസിദ്ധനായ ആന്ത്രപ്പോളജിസ്റ്റ് അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്ന ആന്ത്രപ്പോളജിസ്റ്റാണ് അയ്യപ്പൻ. അദ്ദേഹം പറയുന്നത് മലബാറിൽ നായാടികളുടെ, ദളിതരുടെ സാമൂഹിക ജീവിതത്തെ മനോഹരമാക്കിയത്, പരിഷ്കരിച്ചത് മിഷണറി പ്രസ്ഥാനമാണെന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നു. അയ്യപ്പനെ പോലെയുള്ള അറിയപ്പെടുന്ന ആന്ത്രപ്പോളജിസ്റ്റ് നന്നായി മലബാറിലെ നായാടികളുടെയും തീയന്മാരുടെയും അടിമകളുടെയും നരവംശാസ്ത്രം നന്നായി അവതരിപ്പിച്ചുകൊണ്ട് തൻ്റെ പ്രബന്ധത്തിൽ ഈ കാര്യം വിശദീകരിക്കുന്നു. അതുകൊണ്ട് മലബാറിലെ മിഷണറി പ്രസ്ഥാനത്തെ ചെറുതായി കാണാൻ പറ്റില്ല. നായാടി ക്രിസ്ത്യാനികൾ അടിമജീവിതം വിട്ട് എങ്ങനെയാണ് മനോഹരമായ ജീവിതത്തെ പുൽകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അഞ്ചരിക്കണ്ടി തോട്ടത്തിൽ കൃത്യമായ സുവിശേഷീകരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് പോയി. അങ്ങനെ കാർഷിക മേഖലയിലേക്കും അഗ്രികൾച്ചർ സെക്ടർ, വ്യാവസായിക മേഖലകളിലേക്കും സ്വയം തൊഴിൽ, മറ്റുത്പാദന വ്യവസ്ഥകൾ, അതിൻ്റെ സാമഗ്രികൾ, അതുപോലെ ചെറുകിട വ്യവസായം, ഇഷ്ടിക നിർമ്മാണം, ഓട് നിർമ്മാണം, തയ്യൽ, അതുപോലെ തന്നെ നെയ്ത്ത്, ഈ മേഖലകളിലേക്കെല്ലാം കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഒരു സ്വയം തൊഴിൽ പരിശീലനം, ചെറുകിട വ്യവസായ മേഖലകൾ, ഈ മേഖലയിലേക്കെല്ലാം ഇടപെട്ടുകൊണ്ട് വിപ്ലവകരമായ പരിവർത്തനമാണ് നായാടി സമുദായത്തിൻ്റെ, പ്രത്യേകിച്ച് മലബാറിലെ ദളിതരുടെ ഇടയിൽ ബാസൽ മിഷണറിമാർ ചെയ്തു. അങ്ങനെ അവർ മംഗലാപുരം വരെ, കോഴിക്കോടും നെട്ടൂരും ഇല്ലിക്കുന്നത്തും തലശ്ശേരിയിലും മംഗലാപുരത്തും കണ്ണൂരുമെല്ലാം ആ മേഖലകളിൽ കൃത്യമായ പ്രവർത്തനമാണ് അവർ ചെയ്തത്. ഇല്ലിക്കുന്നത്തെ ബംഗ്ലാവ് നമുക്കറിയാമല്ലോ. എങ്ങനെയാണ് ഹെർമൻ ഗുണ്ടട്ടതിൻ്റെ
പഴഞ്ചൽമാലയിൽ തൻ്റെ വ്യാകരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിഘണ്ടു, അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ജേർണലിസത്തെക്കുറിച്ച്, പത്രവ്യവസായത്തെക്കുറിച്ച്, പത്രങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ഇന്ന് യാതൊരാതെ പറയുന്നവരാണ്. ആ മേഖലകളിലേക്ക് 1800-കൾക്ക് ശേഷം തന്നെ ഇടപെട്ടുകൊണ്ട് എങ്ങനെയാണ് എഴുത്തുമേഖല, ജേർണലിസം, പത്രപ്രവർത്തനം, മീഡിയയും ജേർണലിസവും ഒക്കെ ഇന്ന് ഏറ്റവും വലിയ സംഭവമായി, വ്യവസായമായി, സ്ഥാപനമായി കാണുന്ന ഒരു കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകൾക്കപ്പുറം ആ മേഖലയിലേക്കൊക്കെ ചുവടുവെച്ചവരാണ് മലബാറിലെ മിഷണറിമാർ. അതുകൊണ്ട് നായാടികളുടെ ജീവിതം, നായാടി ക്രിസ്ത്യാനികളുടെ ജീവിതം മലബാറിലെ തീയന്മാരുടെയും വേട്ടുവ പുലയപ്പറയ സമുദായങ്ങളുടെ ജീവിതത്തെ ആധുനികവൽക്കരിക്കാൻ, മെച്ചപ്പെടുത്താൻ മലബാറിലെ മിഷണറി പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പേരാണ് മീഖായിൽ ഉപദേശിയുടെ, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പേരാണ് മർഡോക് ബ്രൗണിൻ്റെ, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പേരാണ് ഹെർമൻ കുണ്ടറട്ടിൻ്റെ, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പേരുകളാണ് ബാസൽ മിഷണറിമാരുടെ പേരുകൾ. അതുകൊണ്ട് തിരുവിതാംകൂർ, മധ്യ തിരുവിതാംകൂർ, തിരുക്കൊച്ചി മേഖലകളിലെ മിഷണറി പ്രസ്ഥാനങ്ങളെ നാം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ മലബാറിലെ മിഷണറി പ്രസ്ഥാനം എങ്ങനെയാണ് ചരിത്ര വ്യവഹാരങ്ങളിൽ ഇടപെട്ടതെന്നും എങ്ങനെയാണ് ദളിതരുടെ ജീവിതത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ ആധുനികതയുമായി ബന്ധപ്പെട്ട് റെനേസൻസും മോഡേണിറ്റിയും ഒക്കെ ചേർത്ത് ചെയ്യപ്പെടുന്ന കാലഘട്ടമാണിത്. നവോത്ഥാനവുമായും ആധുനികതയുമായും ബന്ധപ്പെട്ടത്. നവോത്ഥാനവും ആധുനികത എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സാമൂഹ്യനീതി, തുല്യനീതി, പൗരാവകാശങ്ങൾ, സമത്വം, സാഹോദര്യം, ലിബർട്ടി, സ്വാതന്ത്ര്യം, തുല്യത, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. ഒരാധുനിക ജനാധിപത്യ പൗരസങ്കല്പത്തിൽ എന്തെല്ലാം ജനാധിപത്യ മൂല്യങ്ങളുണ്ടോ ആ ജനാധിപത്യ മൂല്യങ്ങളും പൗരാവകാശ സങ്കല്പങ്ങളും മനുഷ്യാവകാശ സങ്കല്പങ്ങളുമെല്ലാം നവോത്ഥാനത്തിൻ്റെ ഉള്ളടക്കമാണ്. അങ്ങനെയാണ് മലബാറിലെ മിഷണറി പ്രസ്ഥാനം ഒരു നവോത്ഥാന പ്രസ്ഥാനമാണെന്നും ആ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം, നവോത്ഥാന പ്രസ്ഥാനം, ആ നവോത്ഥാന പ്രസ്ഥാനമാണ് മലബാറിലെ ഏത്തജാതിക്കാരുടെയും ദളിതരുടെയും ആദിവാസികളുടെയും ജീവിതത്തെ മോചിപ്പിച്ചെടുക്കുന്നതിൽ, ചിട്ടപ്പെടുത്തുന്നതിൽ, ശോഭനമാക്കുന്നതിൽ പ്രവർത്തിച്ചതെന്ന് അയ്യപ്പനെ പോലുള്ള ആന്ത്രപ്പോളജിസ്റ്റുകൾ നിരീക്ഷിക്കുമ്പോൾ, രേഖപ്പെടുത്തുമ്പോൾ, അടയാളപ്പെടുത്തുമ്പോൾ മലബാറിലെ ദളിതരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതായിട്ട്. അങ്ങനെ വളരെ വ്യക്തമായി മലബാറിലെ മിഷണറി പ്രസ്ഥാനം ഒരു ജാതിരഹിത സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ, അത് മാത്രമല്ല, നമുക്കറിയണം മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലുള്ള സ്ഥലം കൂടിയാണ്. തെക്കൻ തിരുവിതാംകൂറും തിരുക്കൊച്ചിയും മധ്യ തിരുവിതാംകൂറും പോലെയല്ല, ബ്രിട്ടീഷ് ഭരണത്തിന് ആധിപത്യത്തിലായിരുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ. അപ്പോൾ തന്നെ മലബാറിലെ മിഷണറി പ്രസ്ഥാനം അവിടെ കൃത്യമായ ഇടപെടലുകളിലൂടെ ജാതിയെ മറികടക്കാനും അഭിസംബോധന ചെയ്യാനും അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് തിരുവിതാംകൂറിലും മധ്യ തിരുവിതാംകൂറിലും ഒക്കെ ഉള്ളതിനേക്കാൾ രൂക്ഷമല്ലാത്ത ജാതി ചിന്തകൾ അവിടെയുള്ളത്. അത്രയും രൂക്ഷമല്ല. അതിലൊരു പങ്ക് വഹിച്ചത് ബാസൽ മിഷണറിമാരാണ്. കൃത്യമായി നായാടികളുടെയും വേട്ടുവരുടെയും പുലയരുടെയും പറയരുടെയും തീയ സമുദായത്തിൻ്റെയും ഒക്കെ ജീവിതത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതിൽ അവർക്ക് കഴിഞ്ഞു. അവരുടെ ജീവിതം ശോഭനമാക്കുന്നതിൽ, അവരുടെ ജീവിതത്തെ മനോഹരമാക്കുന്നതിൽ കഴിഞ്ഞു. അതുകൊണ്ട് നായാടി ക്രിസ്ത്യാനികളുടെ അടിമ ജീവിതത്തെ ഏറ്റവും ശ്രേഷ്ഠമാക്കാനും മലബാറിലെ പ്രത്യേകിച്ച് അഞ്ചരക്കണ്ടിത്തോട്ടത്തിൽ മീഖായിൽ ഉപദേശിയിലൂടെ നടത്തിയ ക്രൈസ്തവ ആദർശങ്ങളിലേക്ക് അവർ ആകർഷിക്കപ്പെടാനും, അങ്ങനെ മർഡോക് ബ്രൗണിൻ്റെ തോട്ടങ്ങളിലേക്ക് വന്നൊരു ജനത എങ്ങനെയാണ് ആധുനികതയുമായി ബന്ധപ്പെട്ട്, ക്രൈസ്തവ മാനവികതയുമായി ബന്ധപ്പെട്ട്, നവോത്ഥാന പരിഷ്കരണ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ മാറ്റി തീർത്തത് എന്നതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അതുകൊണ്ട് ആധുനികത, മോഡേണിറ്റിയുമായും നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് മലബാറിലെ മിഷണറി പ്രസ്ഥാനം ചരിത്ര വ്യവഹാരങ്ങളിൽ നിന്നും ഓടിക്കപ്പെടുന്ന
മാറ്റി നടത്തപ്പെടുന്ന ഈ കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂറിലെയും തെക്കൻ തിരുവിതാംകൂറിലെയും മിഷണറി പ്രസ്ഥാനത്തോടൊപ്പം അല്ല, അതിനേക്കാൾ കൂടുതൽ നാം വായിക്കേണ്ട ചരിത്രമാണ് മലബാറിലെ മിഷണറി പ്രസ്ഥാനം, മലബാറിലെ സുവിശേഷ പ്രവർത്തനം, മലബാറിലെ ബാസർ മിഷൻ്റെ പ്രവർത്തനം, പ്രത്യേകിച്ച് മീഖാൽ ഉപദേശിയുടെയും അനുബന്ധമായി ചൂടുപിടിച്ച് നടത്തിയ ഹർബൽ കുണ്ടറ്റിൻ്റെയും പ്രവർത്തനങ്ങൾ, കോഴിക്കോട്ടെയും മംഗലാപുരത്തെയും നെട്ടൂരെയും നെല്ലിക്കുന്നത്തെയും പ്രവർത്തനങ്ങൾ, അഞ്ചരക്കണ്ടിയിലെ മീഖാൽ ഉപദേശിയുടെ പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ മറക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണ് വീട്ടുകാരുടെയും നായാടുകളുടെയും ജീവിതം മനുഷ്യജീവിതമായി മാറിയത്. അങ്ങനെയാണ് അവർ ഈ ഭൂമിയിൽ അവിടെ ഹ്യൂമൻ ഐഡൻറ്റിറ്റിയെ കൃത്യമായി അടയാളപ്പെടുത്തിയത്. ബൈബിളിൻ്റെ പ്രചാരകരാണ്, ബാസർ മിഷൻ്റെ പ്രവർത്തനത്തെ അങ്ങനെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെയാണ് നായാടികൾ മനുഷ്യരായത്, മനുഷ്യരാക്കിയത് ബൈബിളാണ്.